വളരെ പെട്ടെന്നൊന്നും ഏജിങ് നമ്മുടെ സ്കിന്നിനെ ബാധിക്കരുതെന്നും ഒരു യൂത്ത്ഫുൾനെസ് എപ്പോഴും നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് നമ്മുടെ നിലവിലുള്ള പ്രായത്തേക്കാൾ ഇരട്ടി പ്രായം തോന്നിപ്പിക്കാൻ കാരണമായാലോ? അങ്ങനെയെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ നമ്മൾ ചെയ്യുന്ന ഒരു 5 മിസ്റ്റേക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പ്രായം നമ്മുടെ ശരീരത്തെ ബാധിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കൊളാജനും ഇലാസ്റ്റിനും കുറയുന്നു. ഇതുമൂലം നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ കാരണമാകുന്നു. മറ്റൊന്ന് ഡിസ്കളറേഷൻ. പ്രായം കൂടുമ്പോൾ മെലാനോസൈറ്റ് ആക്ടിവിറ്റി അസ്ഥിരമാകുന്നു. ഇത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുവാനും ഏജ് സ്പോട്ട് ഉണ്ടാകുവാനും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാകുവാനും ഒക്കെ കാരണമായി തീരുന്നു. പിന്നെ ഒന്ന് ഡീഹൈഡ്രേഷൻ. പ്രായം കൂടുന്തോറും ചർമ്മത്തിൻ്റെ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് കുറയുന്നു. ഇത് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. പിന്നെ ഒന്ന് ഡൾനെസ്. സ്കിന്നിൻ്റെ ഒരു സെൽ ടേൺ ഓവർ കുറയുന്നതാണ് ഡൾനെസ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്ത ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ചേഞ്ച് ആവുകയും സ്കിന്ന് വളരെ റഫ് ആവുകയും ചെയ്യുന്നു. വളരെ സ്മൂത്തായ സോഫ്റ്റായ ചർമ്മം ഒരു പ്രായത്തിലെത്തുമ്പോൾ റഫായി തീരുകയും ടെക്സ്ചർ ചേഞ്ച് ആവുകയും ചെയ്യുന്നു. ഇത് ചെറിയ പോർസൊക്കെ വലുതാക്കുകയും ഫൈൻ ലൈൻസിനെയും റിങ്കിൾസൊക്കെ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഏജിങ് സൈൻസ് നമ്മുടെ മുഖത്ത് വന്നു എന്ന് കാണിക്കുന്നതിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ ഈ ഏജിങ് സൈൻസ് പെട്ടെന്ന് വരാനും പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുന്ന ചില മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തെ ഇരട്ടി വേഗത്തിലാക്കാൻ കാരണമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 70-80% സ്കിൻ ഏജിങ്ങിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൺ എക്സ്പോഷർ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മഴക്കാലമാണ്, ഈ സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. എന്നാൽ മഴക്കാലത്തും നമ്മൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. UVA, UVB റേസ് ഉണ്ട്. ഇത് നമ്മുടെ ഏജിങ്ങിനെ വളരെ വേഗത്തിൽ ക്ഷണിച്ചു വരുത്തുന്നവരാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ നശിപ്പിക്കുന്നു. മെലാസ്മ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതെല്ലാം വളരെ വേഗത്തിൽ വരുന്നതിന് കാരണമാകുന്നു. സോ നിങ്ങൾ മഴക്കാലമാണെങ്കിലും നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അത് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടി, വീട്ടമ്മമാരാണ്, പുറത്ത് ജോലിക്കൊന്നും പോകാത്തവരാണ് എങ്കിൽ കൂടിയും വീട്ടിൽ നിൽക്കുമ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. അത് ഒരു SPF 30 ഉള്ളതോ അല്ലെങ്കിൽ SPF 50 ഉള്ളതോ ആയ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരാൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു സൺസ്ക്രീൻ നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല. കാരണം അയാളുടെ സ്കിൻ ടൈപ്പ് ആവണമെന്നില്ല നമ്മുടെ സ്കിൻ ടൈപ്പ്. അപ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ക്രീമുകൾ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി അത് നോക്കാവുന്നതാണ്. പലരും എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിപ്പോൾ സൺസ്ക്രീൻ മാത്രമല്ല, മറ്റ് ഏത് പ്രോഡക്റ്റുകളാണെങ്കിലും. അപ്പോൾ ഞാൻ ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീനുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് നോക്കി വാങ്ങാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്? കൊളാജിൻ പ്രൊഡക്ഷൻ ശക്തമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അതായത് റെറ്റിനോള്, ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ്, വൈറ്റമിൻ സി പോലെയുള്ള ഇത്തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജിങ് സൈൻസ് വളരെ വേഗത്തിൽ വരാൻ കാരണമാവുന്നു. നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീന് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 40s വേണ്ടിയിട്ടും അതേപോലെ തന്നെ 50s വേണ്ടിയിട്ടുമുള്ള ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കാവുന്നതാണ്.
ഇനി അടുത്തൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ എക്സ്ഫോളിയേഷൻ? നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്സിനെയും ഇമ്പ്യൂരിറ്റീസിനെയും ഡെഡ് സെൽസിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് ഓരോ 28 ദിവസം കൊണ്ട് റീജുവിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്ക് വിധേയമാണ്. എന്നാൽ പ്രായം മുൻപോട്ട് പോകുന്തോറും ഈ ഒരു സൈക്കിള് നീണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഏജിങ് സ്കിന്നിൽ ഡൾനെസ്, അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ കാണപ്പെടുന്നത്. 2 തരത്തിലുള്ള എക്സ്ഫോളിയേഷനാണുള്ളത്. ഒന്ന് ഫിസിക്കൽ എക്സ്ഫോളിയേഷനും 2 കെമിക്കൽ എക്സ്ഫോളിയേഷനും. ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന ഈ DIYs ആണ്. നമ്മൾ കടലമാവ് ഉപയോഗിച്ചും അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്ന, പയറുപൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന എക്സ്ഫോളിയേഷനാണ് അത്. എന്നാൽ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ടോപ്പ് മോസ്റ്റ് ലെയറിനെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നു. ഇതാണ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ AHAയും BHAയുമാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. AHA എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, BHA എന്ന് പറയുന്നത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഈ AHA എന്ന് പറയുന്നത് ഒരു വാട്ടർ സോള്യൂബിൾ ആണ്. ഇത് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ AHA. AHAയിൽ വരുന്ന ആസിഡ്സ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. അടുത്തത് BHA ആണ്. BHA എന്ന് പറയുന്നത് ഒരു ഓയിൽ സോള്യൂബിൾ ആണ്. ഇത് പോർസിലേക്കൊക്കെ നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കും അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും ഒക്കെ ഈ BHA യൂസ് ചെയ്യാവുന്നതാണ്. ഈ BHA എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നല്ലതല്ല. അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ ഏജിങ് വളരെ വേഗത്തിലാക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഒരു യങ് ലുക്കിംഗ് ഫേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തിരിക്കണം. അടുത്തൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്ലെൻസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഏജിങ് സൈൻസ് വളരെ വേഗത്തിലാകാൻ കാരണമാകുന്ന ഒരു ഘടകമാണ്. നമ്മുടെ മുഖമെന്ന് പറയുന്നത് എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതെല്ലായ്പ്പോഴും വൃത്തിയായിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇല്ല എങ്കിൽ അഴുക്കും ബാക്ടീരിയയും എല്ലാം നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടി ആക്നി, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്തിരിക്കണം. ജെന്റിലായിട്ടുള്ള ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഖം വാഷ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ സ്വെറ്റ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പം വെള്ളം ഒഴിച്ച് കഴുകിയാലൊന്നും ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ മുഖത്ത് നിന്ന് പോവുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ക്ലെൻസർ ഉപയോഗിച്ച് തന്നെ നമ്മൾ വാഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്തിരിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു റിസൾട്ടും നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ ഒരാഴ്ച ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, അതിനുശേഷം അടുത്ത 2 ആഴ്ച അത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുകയില്ല. ഞാൻ ഈ അടുത്തിടെ നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇട്ടിരുന്നു, നിങ്ങൾ സ്കിൻ കെയർ റെഗുലറായിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു അത്. അതിൽ വോട്ട് ചെയ്ത 80% ആളുകളും സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്ന ആൻസറാണ് തന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നൊക്കെ വളരെ യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രായം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക. അതൊക്കെ തന്നെ നമ്മളെ വളരെ വേഗത്തിൽ പ്രായം തോന്നിപ്പിക്കാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. ഏജിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്സുകളൊന്നും തന്നെ നിങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുക. പിന്നെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക, നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ യൂത്ത്ഫുള്ളായിട്ടുള്ള വളരെ റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Bye.